പ്രിയമുള്ളവരെ, കണ്ണൂർ ആയിക്കര മത്സ്യബന്ധന തുറമുഖത്തിലാണ് നാം ഇപ്പോൾ. ഒരു പക്ഷേ നിങ്ങളാരും കാണാത്ത കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഒരുപാട് ജീവിതങ്ങളുടെ കഥകൾ, ഇവർക്ക് ദുഃഖവും സന്തോഷവും നൽകുന്ന ജീവിത കഥ പറയാനുണ്ടാകും. നോക്കൂ, വളരെ മനോഹരമായ നയനാനന്ദകരമായ കാഴ്ചകളാണ് ഇവിടെ ഉള്ളത്. ആയിരക്കണക്കിന് മത്സ്യബന്ധന ബോട്ടുകളാണ്. ഇവയിലെല്ലാം അധ്വാനിക്കുന്ന കരുത്തുറ്റരായ കടലിൻ്റെ മക്കൾ, അവരാണ് ഇവയെ നിയന്ത്രിക്കുന്നത്. അധ്വാനശീലരായ, മറ്റുള്ളവരുടെ വയർ നിറയ്ക്കുന്ന മനുഷ്യസ്നേഹികളായ ഒരു പറ്റം ആളുകൾ, കടലിനെ പോലെ തന്നെ കടലിൻ്റെ മക്കളും മറ്റുള്ളവർക്കായി ജീവിതം മാറ്റിവെച്ചിരിക്കുന്നതിൻ്റെ കഥ. അമൂല്യമായ ആ കഥ കാണാനും അതുപോലെ തന്നെ കണ്ട് മനസ്സിലാക്കാനും നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ ഇതാ മോട്ടോറുകൾ കേടുവന്നവ റിപ്പയർ ചെയ്ത് കൊടുക്കുന്ന സ്ഥലമാണ്. അവരും ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഒരു കൂട്ടായ്മ തന്നെയുണ്ട്. നോക്കിയേ, സോറിയും പറഞ്ഞിരിക്കുന്നു. ഇവരാണ് ഇവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ എന്ന് പറഞ്ഞുകൂടാ. നോക്കൂ, ഉപയോഗ കഴിഞ്ഞ വലകളും അതുപോലെ ബന്ധപ്പെട്ട സാധനങ്ങളും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നു. നമുക്ക് അവ വാങ്ങാവുന്നതാണ്. ഓ, എന്ത് മനോഹരമായ കാഴ്ച തന്നെയാണ്. ഇവരും ഈ കടലിൻ്റെ മക്കളോടൊപ്പം സസ്നേഹം താമസിക്കുന്നു, ജീവിക്കുന്നു. ദാ ഇപ്പോൾ വന്ന ബോട്ടിലുള്ള മത്സ്യമാണ്. ഇതിൽ ഐസൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ഇവ ഓരോ ദിവസവും കൊണ്ടുവരുന്നതാണ്. വലിയ ബോട്ടുകളിലും കപ്പലുകളിലും ഒക്കെയാണ് ആഴ്ചകളും മാസങ്ങളോളം അവ ഐസിട്ട് സംഭരിക്കുന്നത്. ഇവിടെ ഈ തുറമുഖത്തുള്ള വഞ്ചികൾ, തോണികൾ, ബോട്ടുകളെല്ലാം അന്നന്ന് പിടിച്ചു കൊണ്ടുവരുന്ന മത്സ്യങ്ങളാണ്. അതാ ഇന്ന് ചെറിയ മത്തി മത്സ്യത്തിൻ്റെ ദിവസമാണ്. ജീവനുള്ള പെടപെടയ്ക്കുന്ന അയിലയും ഉണ്ട് കേട്ടോ. വിവിധ മാന്തള്, അതുപോലെ ചെമ്മീൻ, ആഗോലി, അയക്കോറ, ഇവയെല്ലാം ഉണ്ട്. നമുക്കവ നമ്മുടെ കഴിവിനനുസരിച്ച് വാങ്ങാവുന്നതാണ്. നമ്മൾ മത്സ്യം വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിലുള്ള രഹസ്യം അറിയാലോ. അത് ഒരുപാട് ആളുകളുടെ ജീവനാണ്. അവർക്കും നമ്മളെപ്പോലെ ജീവിക്കാനുള്ള അവകാശമുണ്ട്. അപ്പം മത്സ്യത്തിന് വില കൂടി, ഏറി എന്ന് പറഞ്ഞ് നമ്മളത് വാങ്ങാതിരിക്കരുത്. തീർച്ചയായിട്ടും അതൊരു സഹായം, ഈ കടലിൻ്റെ മക്കളോട് ചെയ്യുന്ന ഒരു നന്മയാണ്. അവർക്ക് ഏറ്റവും വലിയ സഹായമാണ് നമ്മൾ ചെയ്യുന്നത്. നോക്കൂ, ഏതെല്ലാം തരത്തിലുള്ള മത്സ്യസമ്പത്താണ് ഈ കടലിലുള്ളത്. ഇവിടെ മീൻ, കടലിലെ മീനിനോടൊപ്പം കറി വെക്കാനായി സവാളയും തക്കാളിയും ഉള്ളിയും അതുപോലെ വെളുത്തുള്ളിയും കറിവേപ്പില അടക്കമുള്ള സാധനങ്ങളുണ്ട്. ഇവിടെ മറ്റൊരു ജീവിതം, കടലിൻ്റെ മക്കൾക്ക് ധരിക്കാനായ ഷോർട്സുകൾ. ഇതാ, ഇവ കേടുകൂടാതിരിക്കാൻ ഐസ് ഇട്ടിട്ടാണ് ട്രെയിൽ കൊണ്ടുപോകുന്നത്. ഓട്ടോറിക്ഷകളിൽ അതുപോലെ തന്നെ വാനുകളിലും ഒക്കെ കൊണ്ടുപോകുന്നുണ്ട്. മാത്രമല്ല AC സൗകര്യമുള്ള വണ്ടികളിലും മത്സ്യം കൊണ്ടുപോകുന്നുണ്ട്. ദൂരപ്രദേശങ്ങളിലേക്കൊക്കെ ഐസിനേക്കാൾ കൂടുതൽ AC ആണ്, സൗകര്യത്തോടു കൂടിയാണ് കൊണ്ടുപോകുന്നത്. ഇതെല്ലാം ജീവിതത്തിൻ്റെ ഭാഗം തന്നെയാണ്. ഓരോരുത്തരും സ്കൂട്ടറിലും അതുപോലെ ബൈക്കുകളിലും ഈ കൊട്ടകളിലാക്കി നമ്മളെ വീടുകൾ എത്തുന്നു. നമ്മുടെ ജീവിതത്തിലെ
ഭക്ഷണത്തിലെ ഒരു ഭാഗമായി മാറുകയാണ് ഇവരെല്ലാം. ഇവരുടെ എല്ലാം അധ്വാന ഫലമാണ് നമ്മളെ വീട്ടിലെ തീന്മേശയ്ക്ക് മുകളിലുള്ളത് എന്ന് നന്ദിയോടെ നാം ഓർക്കേണ്ടതാണ്. അപ്പോഴേ ഈ ആഹാരത്തിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കുകയുള്ളൂ. എത്രയെത്ര ആഹാര സാധനങ്ങളാണ് നമ്മൾ വേസ്റ്റാക്കി കളയുന്നതെന്ന് നോക്കി. എത്ര പേർക്ക് അത് വിശപ്പ് മാറ്റാൻ ഉള്ളതാണ് എന്ന് നമ്മൾ കാണേണ്ടതാണ്. ഹോട്ടലുകളിലും മറ്റും കയറി ഇറങ്ങുമ്പോൾ കാണുന്ന നമ്മളെല്ലാം വേസ്റ്റാക്കി കളയുന്ന ആ ഭക്ഷണം എത്ര പേർക്ക് പട്ടിണി മാറ്റാൻ സഹായകമാകും എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ വലിയ മൂല്യമുള്ള ഒരു ജീവിത കഥ തന്നെയാണ് ഇവർക്ക് പറയാനുള്ളത്. മനോഹരമായ കാഴ്ചകൾ. കടൽ അതൊരു വല്ലാത്ത പ്രതിഭാസം തന്നെയാണ്. എവരുടെയും മനസ്സ് കുളിർപ്പിക്കുന്ന കടൽ, സമുദ്രം. അതിൻ്റെ അടുത്ത് പോയിരുന്നാൽ, കുറച്ചു നേരം അവരോട് സല്ലപിച്ചാൽ, അവരുടെ തിരമാലകളുടെ തലോടലേറ്റാൽ ആ കുളിർക്കാറ്റുകൾ നമ്മുടെ മനസ്സ് കുളിർപ്പിക്കും എന്നത് അറിഞ്ഞ ഒരു വ്യക്തി എന്ന രീതിയിൽ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു.